ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സ്കൂളിൽ പോകേണ്ട ദിവസമാണ് കേട്ടോ, ക്ലാസ്സുള്ള ദിവസമാണ്. അപ്പോൾ കുഞ്ഞിനെ ചേട്ടയുടെ അടുത്ത് ആക്കിയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതേ ഒരുങ്ങിയിട്ടോ പോകാൻ വേണ്ടിയിട്ട്. രാവിലെ തൊട്ടുള്ള വീഡിയോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് അടിച്ച് തൂത്ത് വാരിയിട്ട് പോലും ഇല്ല. എനിക്ക് നേരം കിട്ടിയില്ല ഒന്നാമത്തെ കാര്യം. ഇനിയിപ്പോൾ എനിക്ക് ബാങ്കിലൊക്കെ പോകണം, എല്ലായിടത്തും പോയിട്ട് വന്നിട്ട് വേണം കേട്ടോ ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട്. വീട് എപ്പോഴും അടങ്കലമായിട്ടോ കിടക്കുന്നത്, മുറ്റം വരെ തൂത്തിടാൻ എനിക്ക് പറ്റിയിട്ടില്ല. അപ്പം അപ്പടി ചപ്പായിട്ട് കിടക്കുകയാണ്. കുഞ്ഞുങ്ങളുടെ വീട് അറിയാലോ. അപ്പം ഞാൻ പോവുകയാണ് കേട്ടോ. പോകുന്ന വഴിക്ക് ഇരുട്ടുമാണ്. പോയിട്ട് എന്നാ പറയാം, പോയിട്ട് വരാം. പോകുന്ന വഴിക്കുള്ള വീഡിയോസ് ഞാനപ്പം ഇറങ്ങുമ്പോൾ എടുക്കാം. ആകെ ബുദ്ധിമുട്ടാണ് കേട്ടോ ഇങ്ങനെ എന്നും ഈ പോണത്. ചിലപ്പോൾ ഇന്ന് മാത്രമേ പോകാൻ പറ്റുണ്ടായിരിക്കുള്ളൂ, നാളെ തൊട്ട് പോകാൻ പറ്റുമെന്ന് പോലും അറിയത്തില്ല. നാളെയും കൂടെ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. അപ്പം ഇന്ന് ഏതായാലും പോയിട്ട് വരാം. വീഡിയോ പോലും ഒന്നും മര്യാദയ്ക്ക് എടുക്കാനോ ഒന്നും പറ്റുന്നില്ല, ഒരു കാര്യവും നടക്കുന്നില്ല. അപ്പം ചന്ദനത്തിൻ്റെ ആയിരുന്നു കേട്ടോ, അത് തൂത്ത് കളഞ്ഞു. ഞാൻ ഇറങ്ങട്ടെ. ഞങ്ങൾ പോകാൻ ഇറങ്ങിയിട്ടോ ഗൈസ്. ഇന്ന് നല്ല വെയിലാണ് കേട്ടോ. ഇന്ന് വീട്ടിൽ ഇരുന്നായിരുന്നു, തുണിയൊക്കെ ഉണങ്ങായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനതിൽ ഉച്ചയ്ക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. വെള്ളം എടുത്തില്ല, എന്നാ ചെയ്യുമോ, വെള്ളം എടുക്കാൻ മറന്നുപോയി. വെള്ളക്കുപ്പിയൊക്കെ അവിടെ എടുത്ത് വെച്ചേക്കുക. വെള്ളം എടുക്കാൻ വരെ പറഞ്ഞു. സാരമില്ല, ആരുടെയും മേടിച്ച് കുടിക്കാം. അയ്യോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലോട്ട് ഇങ്ങനെ ഇറങ്ങുന്നതുകൊണ്ട് ഒരു കാര്യത്തിന് നേരം കിട്ടുന്നില്ല കേട്ടോ. എല്ലാം ഉണ്ടാക്കി പെറുക്കി വെച്ചിട്ട് വേണ്ട ഇറങ്ങാനേ. ഇങ്ങോട്ട് മാറി നിൽക്കുക, വണ്ടി വരും. വണ്ടി കയ്യിലൂടെ. അപ്പോൾ ഈ കുഞ്ഞിനെ ഒരുക്കി ഇറക്കിയിട്ടുണ്ട്. ആണ് കേട്ടോ ഇങ്ങനെയുള്ള പോക്ക്. പക്ഷെ പോകാണ്ടിരിക്കാനും പറ്റത്തില്ല. എനിക്ക് മാത്രമല്ല കേട്ടോ, എൻ്റെ കൂടെ ഉള്ളവർക്കൊക്കെ ഇതേ അവസ്ഥയാണ്. ഞങ്ങളാണെങ്കിൽ ഒരു ദിവസം പോയിട്ട് ഞങ്ങളുടെ ഒരു ദിവസം വെറുതെ പോയി. ആ ദിവസം ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുമായിരുന്നു. ഞങ്ങൾക്ക് ഇത്രയും കഷ്ടപ്പെടേണ്ടി വരില്ലായിരുന്നു. ഇനിയിപ്പോൾ കഴിഞ്ഞു പോയ കാര്യം പറഞ്ഞു പോയിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങളാകെ കഷ്ടത്തിലിരിക്കുകയാണ്. എനിക്ക് ഇത്രയും വലിയൊരു ജീവിതത്തിൽ ഇത്രയും വലിയൊരു അബദ്ധം എനിക്കിനി പറ്റാനില്ല. കാരണം വീട്ടിൽ ഇരുന്നപ്പോഴത്തേനും ഓർത്തു എങ്ങനെയും ചുമ്മാ ഇരിക്കുമല്ലോ, എന്നേലും പഠിക്കാമല്ലോ എന്നോർത്തു. പക്ഷേ ഇതിനകത്തോട്ട് ഇറങ്ങി തിരിച്ചപ്പോഴാണ് ഇതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കാൻ തുടങ്ങിയത്. എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് പാടാണ് കേട്ടോ. ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, വീട്ടിലെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, ഒന്നും എനിക്കങ്ങ് എല്ലാം കൂടി അങ്ങ് കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്ന ഒരവസ്ഥയിലാണ് കേട്ടോ ഇപ്പം. എനിക്കറിയില്ല ഞാൻ ഇനിയിപ്പോൾ എങ്ങനെ, ഇനി അടുത്ത മാസം എക്സാമും കൂടിയാണ്, എന്നെ ചെയ്യുമെന്നൊരു പിടുത്തവുമില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോകാൻ ഒട്ടും താല്പര്യമില്ലാണ്ട് പോവുകയാണ്. പോകാണ്ടിരിക്കാനും പറ്റില്ലാത്തൊരവസ്ഥ. തൊണ്ടയിൽ പുഴുത്ത ഇറക്കാനല്ലേ പറ്റുള്ളൂ എന്ന് പറയുന്ന പോലെ മധുരിച്ചിട്ട് ഇറക്കാനും വയ്യ, കഴിച്ചിട്ട് തുപ്പാനും വയ്യാത്ത അവസ്ഥ.